മദ്യനയ അഴിമതി കേസിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി സ്വർണകാന്ത ശർമ്മയ്ക്ക് മുന്നിൽ ഹാജരാകില്ലെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കളായ മനീഷ് സിസോദിയ അടക്കമുള്ളവർ പറയുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മനീഷ് സിസോദിയയും ജഡ്ജി സ്വർണകാന്ത ശർമ്മയ്ക്ക് കത്ത് നൽകി. നേരത്തെ അരവിന്ദ് കെജ്രിവാളും കത്ത് നൽകിയിരുന്നു. PR അരവിന്ദ് വീണ്ടും ചേരുകയാണ്. അരവിന്ദ്, ഈ ഒരു കത്തിൽ എന്താണ് പറയുന്നത്? ക്രിസ്റ്റീന, തങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതിയുമായി പൂർണ്ണ നിസ്സഹകരണം ആം ആദ്മി പാർട്ടി നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മദ്യനയ കേസിൽ ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോഡിയയും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ഈ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം താൻ നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ കോടതിക്ക് മുന്നിൽ ഹാജരാകില്ല എന്നതായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചിരുന്നത്. സമാന പാത തന്നെ ഇപ്പോൾ മുൻ ഉപമുഖ്യമന്ത്രി കൂടി സ്വീകരിച്ചിരിക്കുന്നു. താനും ഹാജരാകില്ല എന്ന് വ്യക്തമാക്കുന്ന കത്ത് ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മയ്ക്ക് മനീഷ് സിസോദി അയച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ സ്വർണകാന്ത് ശർമ്മയുടെ മുന്നിൽ നിന്ന് തങ്ങൾക്ക് നീതി ലഭിക്കില്ല, അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ സത്യാഗ്രഹ പാതയിലേക്ക് തങ്ങൾ പോകുന്നു എന്നതാണ് മനീഷ് സിസോദി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ തങ്ങളുടെ അവകാശം ഉപയോഗിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നേതാക്കളെ അടക്കം വിട്ടുകൊണ്ടുള്ള ഡൽഹി കോടതിയുടെ ഉത്തരവിനെതിരെയാണ് ഹൈക്കോടതിയിൽ CBI സമീപിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഹർജികളിൽ വാദം പുരോഗമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മയുടെ ബെഞ്ചിൽ നിന്ന് തങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്നതായിരുന്നു അരവിന്ദ് കെജ്രിവാളും അതുപോലെ തന്നെ മറ്റ് നേതാക്കളും ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഈ ആവശ്യം ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മയുടെ ബെഞ്ച് തന്നെ തള്ളുകയായിരുന്നു. ഇത്തരം ഒരു അവകാശവാദങ്ങളെല്ലാം തെറ്റെന്നതായിരുന്നു ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. ഇതിന് പിന്നാലെയാണ് പൂർണ്ണ നിസ്സഹകരണം ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന് പിന്നാലെ മനീഷ് സിസോദിയും താൻ കോടതിക്ക് മുന്നിൽ ഹാജരാകില്ല, ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മയ്ക്ക് മുന്നിൽ ഹാജരാകില്ല എന്ന് വ്യക്തമാക്കുന്ന കത്തയച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.